IPL പണ്ട് മുതലേ കണ്ടു വളർന്നവർക്ക് ഈ പേരോർമ്മയുണ്ടാകും. മൻവീന്ദർ ബിസ്ല. അയാളാണ് ഷാറൂഖ് ഖാന് ആ വലിയ സന്തോഷം സമ്മാനിച്ചത്. 2012 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആദ്യമായി IPL കിരീടത്തിൽ മുത്തമിട്ടപ്പോൾ അയാളായിരുന്നു മാൻ ഓഫ് ദ മാച്ച്. ഹാട്രിക് കിരീടം ലക്ഷ്യമിട്ടാണ് ചെപ്പോക്കിൽ CSK ഇറങ്ങിയത്. അവരുടെ ക്യാപ്റ്റൻ MS ധോണി. ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയത് ചെന്നൈ ആയിരുന്നു. വിൻറ്റേജ് ഫോമിൽ ബാറ്റ് വീശുന്ന സുരേഷ് റെയ്ന ഫൈനലിലും അടിച്ചു തകർത്തു. അതിനകം മിസ്റ്റർ IPL എന്ന ചെല്ലപ്പേര് സ്വന്തമാക്കിയിരുന്നു റെയ്ന. 38 പന്തിൽ നിന്ന് 5 സിക്സറുകളും 3 ഫോറുകളും സഹിതം 73 റൺസാണ് റെയ്ന നേടിയത്. മൈക്ക് ഹസി 54, മുരളി വിജയ് 42 എന്നിവരും റെയ്നയ്ക്ക് പിന്തുണ നൽകിയപ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ CSK നേടിയത് 190 റൺസ്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ KKRന് തുടക്കത്തിലെ ക്യാപ്റ്റൻ ഗംഭീറിന് നഷ്ടമായി. 2 റൺസ് എടുത്ത ഗംഭീറിനെ ഹിൽഫൻ ഹോസ് ബൗൾഡാക്കി. എന്നാൽ വൺ ഡൗണായി എത്തിയ ജാക്ക് കാലിസ് ക്രീസിൽ നിലയുറപ്പിച്ചു. മറുവശത്ത് ബിസ്ല പവർ ഹിറ്ററായി. ധോണിയെ സാക്ഷി നിർത്തി ബിസ്ല തകർത്തടിച്ചു. പേരുകേട്ട ചെന്നൈ ബൗളിംഗ് നിര അയാളുടെ മുന്നിൽ മുട്ടുമടക്കി. ധോണിയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് ബിസ്ല ചെപ്പോക്ക് കത്തിച്ചപ്പോൾ KKR ഡഗൌട്ടിലും കൊൽക്കത്ത ആരാധകരുടെ മുഖങ്ങളിലും ആ രാവ് ആനന്ദപ്പെയ്ത്തായി. ഒരു ഭാഗത്ത് കിങ് ഖാന്റെ ആഹ്ലാദ ചുവടുകൾ. 48 പന്തിൽ നിന്ന് 8 ഫോറുകളും 5 തകർപ്പൻ സിക്സറുകളും സഹിതം 89 റൺസാണ് ബിസ്ല അടിച്ചുകൂട്ടിയത്. ആൽബി മോർക്കലിന്റെ പന്തിൽ ബദരിനാഥിന് പിടികൊടുത്ത് ബിസ്ല മടങ്ങുമ്പോൾ കൊൽക്കത്ത ക്യാമ്പിൽ വിജയപ്രതീക്ഷകൾ നിറഞ്ഞിരുന്നു. പക്ഷേ മധ്യനിരയിൽ വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നു. യൂസുഫ് പത്താൻ, ലക്ഷ്മി ശുക്ല എന്നിവർ 2 അക്കം കടക്കാതെ കൂടാരം കയറി. കാലിസ് കരുതലോടെ കളിച്ചെങ്കിലും 19-ാം ഓവറിലെ 5-ാം പന്തിൽ താരം പുറത്തായി. കൊൽക്കത്ത സമ്മർദ്ദത്തിലായ ഘട്ടത്തിൽ സാക്കിബും തിവാരിയും രക്ഷകരായി. അവസാന ഓവറിൽ കൊൽക്കത്തയ്ക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് 9 റൺസ്. ബൗളർ ഡ്വെയ്ൻ ബ്രാവോ. ക്രീസിൽ സാക്കിബ് അൽ ഹസനും മനോജ് തിവാരിയും. ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റായി അറിയപ്പെട്ടിരുന്ന ബ്രാവോയ്ക്ക് പക്ഷേ ആ കളിയിൽ അത്യാവശ്യം തല്ലുകൊള്ളേണ്ടി വന്നു. അവസാന ഓവറിലെ ആദ്യ 2 പന്തിലും KKR സിംഗിൾ മാത്രം നേടി. ബ്രാവോയുടെ 3-ാം പന്ത് ഫുൾ ടോസ്. അത് സ്ക്വയർ ലെഗിലൂടെ ബൗണ്ടറിയാക്കി തിവാരി. 4-ാം പന്തിലും ബ്രാവോ ഫുൾ ടോസ് നൽകിയപ്പോൾ മിഡ് വിക്കറ്റിലൂടെ വീണ്ടും 4 അടിച്ച് തിവാരി മത്സരം ഫിനിഷ് ചെയ്തു. 2 പന്ത് ബാക്കി നിൽക്കെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 5 വിക്കറ്റിന് വിജയിച്ച് തങ്ങളുടെ ആദ്യ IPL കിരീടം സ്വന്തമാക്കി. 49 പന്തിൽ 69 റൺസും മൈക്ക് ഹസിയുടെ വിക്കറ്റും നേടി കാലിസ് നടത്തിയത് ഓൾറൗണ്ടർ പ്രകടനം. എന്നാൽ ആ മത്സരം അയാളുടെ പേരിൽ ഓർമ്മിക്കപ്പെടണമെന്നത് കാലത്തിൻ്റെ നിയോഗമായിരിക്കും. IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച അൺസങ് ഹീറോ ഇന്നിംഗ്സുകളിൽ ഒന്നായി ബിസ്ലയുടെ ആ ഇന്നിംഗ്സ് ഇന്നും കണക്കാക്കപ്പെടുന്നുണ്ട്.